പിന്നെ ഗോവിന്ദ മാഷ് മാർക്സിസ്റ്റ് പണ്ഡിതനായതുകൊണ്ട് മാറ്റമില്ലാതെ മാറ്റം മാത്രമേ ഉള്ളൂ എന്നാണല്ലോ മാർക്സിസം പറയുന്നത്. അപ്പോൾ മാറ്റമില്ലാതെ മാറ്റം ഇതിപ്പോൾ ഞങ്ങൾ മാറി. പക്ഷേ മാറുമ്പോൾ ന്യായം പറയും. സർക്കാർ ഒരു അഫിഡവിറ്റ് മാറ്റി കൊടുത്താൽ അതേ സർക്കാരാണ്, പാർട്ടി പോലും മാറിയില്ല. നാളെ UDF സർക്കാർ ഒന്ന് മാറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഞങ്ങളുടെ നിലപാട് മാറി. പക്ഷേ ഇത് സർക്കാർ മാറി, അതേ സർക്കാരാണ്. പിണറായി 1, 2, 3 എന്നൊക്കെ പറയുന്ന സർക്കാരാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്തുകൊണ്ട് മാറ്റി എന്ന് ജനങ്ങളോട് പറയാം. അന്ന് ആ യുവതീ പ്രവേശനത്തിന് വേണ്ടി വാദിച്ച് എന്തൊരു ബഹളം ഉണ്ടാക്കിയ ആളുകളാണ് ഇവിടെ നവോത്ഥാനം. ആ നവോത്ഥാന നായകന്മാരൊന്നും കാണാനില്ല. ഇപ്പൊ അവരൊന്നും അഡ്രസ് ഇല്ല ഇവിടെ. യുവതീ പ്രവേശനം വേണമെന്ന് പറഞ്ഞ ആളുകൾ അതൊന്നും കാണാൻ. അവരൊക്കെ അന്ന് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ പതാകവാഹകരെ. അപ്പൊ ഞാൻ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ ഒരു കാലത്തും അംഗീകരിക്കുന്നു. അയാൾ ചെയ്ത് തെറ്റാണ്, അത് തള്ളിക്കളയ തന്നെ വേണം. പക്ഷേ ഇരട്ടത്താപ്പ് വരാൻ പാടില്ല. ഇപ്പൊ NSS പറയുന്നുണ്ട് സത്യവാങ്മൂലം സ്ത്രീകളെ കയറ്റിയത് തെറ്റാണെന്നുള്ള രീതിക്ക് പറയട്ടെ. അപ്പൊ MV ഗോവിന്ദൻ പറയുന്നുണ്ട് മാറ്റം അല്ലെങ്കിൽ മാറുമെന്നുള്ള രീതിക്ക്. അപ്പൊ വീണ്ടും സ്ത്രീ പ്രവേശനത്തിൽ പോലും മലക്കം മറിയാനാണോ പാർട്ടിയുടെ? മറിഞ്ഞു കഴിഞ്ഞല്ലോ, പാർട്ടി മലക്കം മറിഞ്ഞു കഴിഞ്ഞല്ലോ. ആചാര സംരക്ഷണം നടത്തുമെന്ന് അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയാണ്. ആചാര സംരക്ഷണം യഥാർത്ഥത്തിൽ ഇവിടെയാണ് ഇതിലെ പ്രശ്നം മുഴുവൻ. ഇവരിടതുപക്ഷമാണോ എന്നുള്ളതാണ് ചോദ്യം. ഇവരിടതുപക്ഷമാണ്. അന്ന് പറഞ്ഞ എന്താ, സുപ്രീം കോടതി പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ചെയ്തു എന്നാണ്. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞത് കേരള ഗവൺമെന്റിന്റെ അഫിഡവിറ്റും കൂടി കണക്കിലെടുത്തിട്ടാണ്. അന്നത്തെ കേരള ഗവൺമെന്റിന്റെ പിണറായി ഗവൺമെന്റിന്റെ അഫിഡവിറ്റ്, ചേഞ്ച്ഡ് അഫിഡവിറ്റ് കണക്കിലെടുത്തിട്ടാണ് സ്ത്രീകളെ പ്രവേശിക്കുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ല എന്നൊരു അഫിഡവിറ്റ് കൊടുത്തു. യഥാർത്ഥത്തിൽ അത് കൊടുക്കാം, കുഴപ്പമില്ല. യുവതികളെ പ്രവേശനത്തിന് ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് വേണമെങ്കിൽ ഒരു ഇടതുപക്ഷ സർക്കാർ കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. ഞാൻ അതിനോട് യോജിക്കുന്ന ആളാണ്, കൊടുത്തോട്ടെ, അതിനെന്താ കുഴപ്പം. പക്ഷെ ആ നിലപാടിൽ നിൽക്കണം. നമ്മളൊരു നിലപാട് പറഞ്ഞാൽ നിലപാടിൽ നിൽക്കണം. എന്നിട്ട് 2019 തെരഞ്ഞെടുപ്പിൽ അടിപടലം തോറ്റപ്പോൾ കഴിഞ്ഞ പോയി ആളുകളോട് പോയി ഞങ്ങൾ അയ്യപ്പൻ്റെ ഭക്തരാണ്, ഞങ്ങൾ ആചാര സംരക്ഷണമാണ് എന്ന് പറഞ്ഞ് അവസാനം അയ്യപ്പ സംഗമത്തിൽ വരെ എത്തി. NSSനെയും SNDP ഒക്കെ വിളിച്ചു. ഇനിയിപ്പോൾ അഫിഡവിറ്റ് മാറ്റി കൊടുക്കുക എന്നുള്ളത്. പിന്നെ ഗോവിന്ദ മാഷ് മാർക്സിസ്റ്റ് പണ്ഡിതനായതുകൊണ്ട് മാറ്റമില്ലാതെ മാറ്റം മാത്രമേ ഉള്ളൂ എന്നാണല്ലോ മാർക്സിസം പറയുന്നത്. അപ്പോൾ മാറ്റമില്ലാതെ മാറ്റം ഇതിപ്പോൾ ഞങ്ങൾ മാറി. പക്ഷേ മാറുമ്പോൾ ന്യായം പറയണം. സർക്കാർ ഒരു അഫിഡവിറ്റ് മാറ്റി കൊടുത്താൽ അതേ സർക്കാരാണ്, പാർട്ടി പോലും മാറിയിട്ടില്ല. ഇപ്പൊ നാളെ UDF സർക്കാർ ഒന്ന് മാറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഞങ്ങളുടെ നിലപാട് മാറി. പക്ഷേ ഇത് സർക്കാർ മാറിയിട്ടില്ല, അതേ സർക്കാരാണ്. പിണറായി 1, 2, 3 എന്നൊക്കെ പറയുന്ന സർക്കാരാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്തുകൊണ്ട് മാറ്റി എന്ന് ജനങ്ങളോട് പറയണം. അന്ന് എന്തുകൊണ്ട് അങ്ങനെ അഫിഡവിറ്റ് കൊടുത്തു? അപ്പോൾ പബ്ലിക്, അത് ഞാൻ പറഞ്ഞ ട്രാൻസ്പെറൻസി ഉണ്ടാവും. എന്തുകൊണ്ട് ഞങ്ങൾ അന്ന് കൊടുത്തു? അന്ന് ഞങ്ങളുടെ വിശ്വാസം അതായിരുന്നു. ഇന്ന് ഞങ്ങളുടെ വിശ്വാസം അതല്ല. അപ്പോൾ വിശ്വാസം മാറാൻ വെറുതെ പറ്റില്ലല്ലോ. എന്തുകൊണ്ട് വിശ്വാസം മാറി? മാത്രമല്ല, അന്ന് സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി സുപ്രീം കോടതി വിധി വന്നപ്പോൾ അത് നടപ്പാക്കാൻ വലിയ ആവേശത്തോടുകൂടി വന്ന ആളുകളാണ്. സ്ത്രീകൾ കയറാൻ വന്ന് സ്ത്രീകളെ കയറ്റണം എന്ന് പറഞ്ഞ് അതിൻ്റെ ബഹളം. ഞാൻ പറഞ്ഞ സർക്കാരിന് സുപ്രീം കോടതി വിധി നടപ്പാക്കേണ്ടത് സർക്കാരിൻ്റെ ജോലിയാണ്, ഒരു തർക്കമില്ല. ഞാൻ ഇനിയിപ്പോൾ സുപ്രീം കോടതി വിധിച്ചാൽ എന്ത് ചെയ്യും? സ്ത്രീ പ്രവേശനം ശരിയാണെന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഇനിയും വിധിച്ചപ്പോൾ എന്താ ചെയ്യുക? കയറ്റേണ്ടി വരും. പക്ഷേ സർക്കാരിൻ്റെ നിലപാട് എന്താണെന്നുള്ളതാ ചോദ്യം. സർക്കാർ കോടതിയിൽ യുവതീ പ്രവേശനം വേണമെന്നാണോ വേണ്ട എന്നാണോ വാദിക്കാൻ പോണത്? NSS എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ 2 വഞ്ചിയിലും ഉണ്ട്. നവോത്ഥാന സമിതിയിൽ നിൽക്കും, സ്ത്രീ പ്രവേശിപ്പിക്കരുതെന്ന് പറയും. ഈ സ്ത്രീ പ്രവേശനം, യുവതീ പ്രവേശനം സാധൂകരിക്കാനാണല്ലോ ഇവിടെ വനിതാ മതിൽ ഉണ്ടാക്കിയത്. ആ വനിതാ മതിൽ ഉണ്ടാക്കിയ നവോത്ഥാന സമിതിയുടെ ചെയർമാൻ വെള്ളാപ്പള്ളി നടേശൻ. ഞാൻ പറഞ്ഞു വന്നത്, വെള്ളാപ്പള്ളി നടേശനെ ചെയർമാൻ ഇപ്പോഴുമാണ്. അദ്ദേഹത്തെ ഇതുവരെ മാറ്റിയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ആ വെള്ളാപ്പള്ളി നടേശൻ കടുത്ത വർഗീയവാദിയാന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും തർക്കമില്ല. നാരായണപ്പണി അല്ലെങ്കിൽ സുകുമാരൻ നായർ അങ്ങനെയില്ല. സുകുമാരൻ നായർ അക്കാര്യത്തിൽ നിലപാടെടുത്തിട്ടുണ്ട്. BJPയുടെ വിഷയത്തിൽ സുകുമാരൻ നായർ കൃത്യമായി നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് മോഡി നല്ലതാ, പിണറായി നല്ലതാ. മോഡി നല്ല രാജീവ് ചന്ദ്രശേഖർ നല്ല മനുഷ്യനാണ്, മോഡി നല്ല മനുഷ്യനാണ്, പിണറായി നല്ല മനുഷ്യനാണ് എന്ന് പറയുന്ന ഒരാൾ നവോത്ഥാന സമിതിയുടെ ചെയർമാനായിരിക്കുക, ചില ജില്ലകളെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്ത്, ചില മതങ്ങളെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്ത്, ചില മതങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ. അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട് സംസാരിക്കാൻ. പക്ഷേ അദ്ദേഹത്തെ നവോത്ഥാന സമിതിയുടെ ചെയർമാനായി വെക്കാൻ പാടില്ല. അപ്പോൾ മുഖ്യമന്ത്രിയുടെ കാറിൽ നടക്കാൻ വയ്യാത്ത ഒരാളെ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റി കൊണ്ടുപോകാൻ എനിക്ക് മനസ്സിലാവും. വഴിയിൽ ഒരാൾ കിടക്കുകയാണ്, മുഖ്യമന്ത്രി അയ്യോ പാവം, അതൊന്നും അല്ലല്ലോ, അങ്ങനെയൊന്നും അല്ലല്ലോ. കാറി കയറ്റുക എന്നുള്ളത് കേവലം കാറി കയറ്റുക എന്നുള്ള പ്രശ്നം മാത്രമല്ല, അത് എൻഡോഴ്സ് ചെയ്യാൻ.
അപ്പം ഇവിടെ പ്രശ്നം കഴിഞ്ഞ തവണ എന്തുകൊണ്ട് കൊടുത്തു, ഇത്തവണ എന്തുകൊണ്ട് അത് മാറ്റുന്നു എന്ന് ജനങ്ങളോട് സത്യസന്ധമായി തുറന്നു പറഞ്ഞ് നിലപാട് മാറ്റാം. ഗവൺമെൻറ്റിന് ഒരു പ്രശ്നമല്ല, പക്ഷെ സത്യസന്ധമായി തുറന്ന് പറയണം. അന്ന് ആ യുവതീ പ്രവേശനത്തിന് വേണ്ടി വാദിച്ച് എന്തൊരു ബഹളം ഉണ്ടാക്കിയ ആളുകളാണ് ഇവിടെ നവോത്ഥാനം. ആ നവോത്ഥാന നായകന്മാരൊന്നും കാണാനില്ല ഇപ്പോൾ അവരൊന്നും അഡ്രസ്സില്ല എവിടെയും. യുവതീ പ്രവേശനം വേണമെന്ന് പറഞ്ഞ ആളുകൾ അവരൊന്നും കാണാനില്ല. അവരൊക്കെ അന്ന് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ പതാകവാഹകരായി. അത് അവിടെയാണ് എനിക്കെന്ത് നിലപാടുണ്ടെന്നുള്ളതല്ല. ഞാനിപ്പോൾ ആ നിലപാട് ഇപ്പോൾ ഈ ഗവൺമെൻറ് നിലപാട് മാറ്റിയാലും ഞാൻ എൻ്റെ നിലപാട് പറയും. ഗവൺമെൻറ് എടുത്തതിന് അന്ന് മറ്റേ യുവതീ പ്രവേശനത്തിന് പിന്താങ്ങിയ ആളാണ് ഞാൻ. എനിക്ക് അതിൻ്റെ നിലപാടുണ്ട്, ഇന്നും നിലപാടുണ്ട്, അന്നും നിലപാടുണ്ട്. പക്ഷെ ഗവൺമെൻറ് ആ നിലപാടുണ്ടോ? ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളെന്നുള്ള എനിക്ക് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു യുവതികൾക്ക് അവകാശമുണ്ട്. അത് ഭരണഘടനാപരമായൊരു അവകാശമാണ്, അത് കേവലം വിശ്വാസത്തിൻ്റെ ഒരു അവകാശമല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? കയറാം. ഇപ്പോൾ മുസ്ലിം പള്ളിയിൽ സ്ത്രീകൾ കയറണം എന്ന് പറയുന്ന ആളാണ്. അത് കാരണം എന്താ കുഴപ്പം? പിന്നെ അവരും ഞാൻ പറഞ്ഞേ, ഇനി മതമാണ് എല്ലാം തീരുമാനിക്കുക, ആചാരമാണ് തീരുമാനിക്കുന്നതെങ്കിൽ കേരളത്തിൽ ആചാര സംരക്ഷണം എന്നത് ഏത് അളവ് വരെ ആവാം എന്ന ചോദ്യമുണ്ട്. ബ്രാഹ്മണർ മാത്രമേ ബിംബ സൃഷ്ടിക്കാവൂ എന്ന ആചാരം തകർത്തിട്ടാണ് ഈഴവ ശിവനെ എന്ന് പറഞ്ഞിട്ട് ശ്രീനാരായണ ഗുരു സൃഷ്ടിച്ചു. ആ ശ്രീനാരായണ ഗുരു നിങ്ങൾ തള്ളി പറയുകയാണ്. ക്ഷേത്രപ്രവേശനം എന്നുള്ളത് ഒരു ആചാര ലംഘനമായിരുന്നു. ഒരു ഘട്ടത്തിൽ ഒരു ആചാരമായിരുന്നു, അത് ആചാര ലംഘനമായിരുന്നു. ആചാര ലംഘനം നടത്തിയിട്ടില്ലേ കേരളത്തിന് മുമ്പോട്ട് പോയത്? അയിത്തം ഒരു ആചാരമായിരുന്നു. ആചാര ലംഘനം നടത്തിയിട്ടില്ലേ തൊട്ടുകൂടായ്മ ആചാരമായിരുന്നില്ലേ? അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ചുരുക്കത്തിൽ ഇവരൊരു കൺഫ്യൂഷനിലാണ്. ഇടതുപക്ഷമാണോ നിൽക്കണ്ടേ, വലതുപക്ഷത്താണോ നിൽക്കണ്ടേ എന്നറിയില്ല. ഇതിൽ മാത്രമല്ല, അവരുടെ മുഴുവൻ കാര്യങ്ങളും നമ്മളിപ്പോൾ അത് കാണുകയാണ്. അത് മൂലധനത്തോടുള്ളതായാലും കമ്പോളത്തോടുള്ളതായാലും സാമ്രാജ്യത്തോടുള്ളതായാലും ഈവൻ മോഡിയോടുള്ള സമീപനത്തിലായാലും നമ്മളത് കാണുകയാണ്. അപ്പോൾ ഈ ഇരട്ടത്താപ്പ് വലിയ നാശത്തിലേക്ക് നയിക്കും ഇടതുപക്ഷത്തിന്. കാരണം ഇടതുപക്ഷം ആണെന്ന് പറയാൻ ഇലക്ഷൻ ജയിക്കുക തോൽക്കുകയൊക്കെ ചെയ്യും ഇടതുപക്ഷം. ലോകത്തിലെ ഇടതുപക്ഷങ്ങളൊന്നും ഇലക്ഷൻ എല്ലാവരും ഭരിച്ചിട്ട് ജീവിക്കുന്നവരല്ല. വളരെ ശക്തമായ ഇടതുപക്ഷം പല രാജ്യങ്ങളിലും ഉണ്ട്, പല ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. പക്ഷെ അവരാരും ഭരണം കിട്ടിക്കോളും നിർബന്ധമൊന്നും ഭരിച്ചോളുന്നില്ല. പക്ഷെ അവരുടെ ആശയം വളരെ ക്ലിയറാണ്. പക്ഷെ ഇവിടെ കൺഫ്യൂസ്ഡാണ്. ആ കൺഫ്യൂഷനിൽ നിന്നുകൊണ്ട് 2019 പരാജയം, 2024 പരാജയം, ഇതൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം ഒക്കെ കണക്കാക്കിയിട്ട് എന്നാൽ ഞങ്ങളിനി അവിടെ ഒരു മാറ്റിക്കൊടുക്കാം എന്നാണ് പറയുന്നതെങ്കിൽ അതിന് വ്യക്തമായ വിശദീകരണം, ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് മനസ്സിലാക്കാൻ കഴിയുന്ന വിശദീകരണം വേണം. അതിന് പിണറായി 03 വരാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അത് വിശ്വസനീയമല്ല, അത് ഇടതുപക്ഷ രാഷ്ട്രീയമല്ല. അല്ല, അങ്ങനെ ആവുമ്പോൾ എന്ത് വിശദീകരണം കൊടുത്താലാണ് ഇനി കേരളത്തിലെ പൊതുസമൂഹത്തിന് അത് വിശ്വസിക്കാൻ പറ്റുന്നത്? കാര്യം തെരഞ്ഞെടുപ്പിന്റെ സമയമാണല്ലോ. അല്ല, വിശദീകരണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളൊക്കെ അന്ന് തെറ്റുപറ്റി. ഞങ്ങളുടെ നിലപാട് അതല്ല. ഞങ്ങളുടെ നിലപാട് യുവതികൾ പ്രവേശിക്കണം എന്നതല്ല. അന്ന് അത് കൊടുത്ത ഉദ്യോഗസ്ഥനോ മന്ത്രിക്കോ തെറ്റുപറ്റി. പക്ഷെ ഇത്രയും കാലം അതിനെ പബ്ലിക്കായി ഡിഫെൻഡ് ചെയ്തു. പബ്ലിക്കായി ഇതുവരെ അവർ ഈ തെരഞ്ഞെടുപ്പ് വരുന്നവരെ മാറ്റിയിട്ടില്ല. അപ്പോൾ പബ്ലിക്കായി ഡിഫെൻഡ് ചെയ്ത് ഇനി ഞാൻ പറയുന്നത് ഇടതുപക്ഷം എന്ന് ഉറപ്പിച്ച് പറയണം. ഞങ്ങൾക്ക് അങ്ങനെ ഇടതുപക്ഷം പ്രശ്നമൊന്നുമല്ല, ഞങ്ങൾ ഇതിനെതിരെയാണ് എന്ന് അഫിഡവിറ്റ് കൊടുക്കാൻ ഞങ്ങൾ അന്നൊരു തെറ്റ് ചെയ്തു, അത് പറയണം. കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയെങ്കിലും ചെയ്യണം, അത്രയെങ്കിലും സത്യസന്ധരാവണം. അന്ന് ഞങ്ങൾ തെറ്റാണ് ചെയ്തത്, ഇപ്പം ഞങ്ങൾ തിരുത്തുകയാണ്, അതുകൊണ്ട് കൊടുത്തോളൂ എന്ന് പറയാനുള്ള ചങ്കുറപ്പുണ്ടാവണം. അതില്ലെങ്കിൽ ആളുകൾ വിശ്വസിക്കില്ല. അതാണ് പ്രശ്നം. ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരാൻ ഇനി മാസങ്ങളേ ഉള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന് ശബരിമല വെച്ച് തന്നെ കുറെ വോട്ട് സ്വന്തമാക്കാൻ പറ്റുമല്ലോ. അല്ല, ഞാൻ പറഞ്ഞ ശബരിമല വെച്ച് വോട്ട് സ്വന്തമാക്കാൻ കിട്ടാതിരിക്കും. പക്ഷേ ശബരിമലയൊന്നും അല്ലാതെ തന്നെ ഈ ഗവൺമെന്റിനെതിരെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശബരിമല വളരെ ക്ലിയറാണ്. ഇപ്പോൾ ശബരിമല ഇനി എന്തൊക്കെ സംഭവിച്ചാലും, വേറെ ആരെങ്കിലും കോൺഗ്രസ്സുകാരനെ പിടിച്ചു എന്ന് പറഞ്ഞാലും, ഇതുവരെ പിടിച്ച പോറ്റിയടക്കം പത്മകുമാർ വരെ എല്ലാവരും ഇപ്പോൾ പുറത്താവുമ്പോൾ ഒരു പ്രതിയാകത്തില്ല. ഇപ്പോൾ പത്മകുമാർ മാത്രമേ ഇനി 1-2 ആളുകളേ ഉള്ളൂ ഇല്ലയെന്ന് തോന്നുന്നു. ഒരു പ്രതിയും CPM-കാരായി പിടിച്ച ഒരു പ്രതി ഭാഗത്തില്ല. എല്ലാവരെയും പുറത്തേക്ക് ഇറക്കി. അതും ഈ ഒരു സർക്കാരിന്റെ വീഴ്ചയല്ലേ? തീർച്ചയായിട്ടും സർക്കാരിന്റെ വീഴ്ച എന്ന് പറഞ്ഞാൽ സർക്കാർ ഇപ്പോൾ അവർ പറയാൻ പോണെന്നറിയോ, ഇത് ഹൈക്കോടതിയുടെ തീരുമാനമാണ്. ഹൈക്കോടതിയുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഇത് ഈ കുഴപ്പമുണ്ടായത് ആരെ കൊണ്ടാണ്? ഹൈക്കോടതിയെ കൊണ്ടാണ്. ഇത്രയും കൊള്ള ഇവിടെ നടന്നത് ഏത് കാലത്ത്? അതിലെന്താ ഹൈക്കോടതിക്ക് ഉത്തരവാദിത്തം? കൊള്ളയ്ക്ക്. അപ്പോൾ കൊള്ള നടന്ന് അത് കയ്യോടെ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഹൈക്കോടതിയാണ് അന്വേഷണം നടത്തുന്നത്. ശരി, ഹൈക്കോടതിയാണ് അന്വേഷണം നടത്തുന്നത്, നടത്തിക്കോട്ടെ.
ഇത്രയും ആളുകൾ കാലം ജയിലിൽ കിടന്നതോ? ഇവര് കുറ്റവിമുക്തരായിട്ടല്ലല്ലോ വാസുവും പത്മകുമാറും പോറ്റിയൊക്കെ പുറത്തു വന്നത്. ഇതൊരു ടെക്നിക്കൽ റീസണിലല്ലേ. 90 ദിവസത്തെ നിങ്ങളുടെ കുറ്റപത്രം കൊടുക്കാൻ വൈകി. കുറ്റപത്രം കൊടുക്കാൻ വൈകി എന്ന് പറയുന്നത് ടെക്നിക്കാണെങ്കിലോ? അതൊരു ടെക്നിക്കാണെങ്കിലോ? അല്ല, തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോവുക. അത് തന്നെ. തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഇപ്പൊ ഇനി വാസു ഇറങ്ങും, അല്ലെങ്കിൽ വാസു ഇറങ്ങി, ഇനിയിപ്പോ പത്മകുമാർ ഇറങ്ങും. പത്മകുമാർ സ്ഥാനാർത്ഥിയാവാതിരുന്നാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക്. പത്മകുമാർ രക്തസാക്ഷി എന്നുള്ള ഒരു സാധനം മാത്രമല്ല, അവരൊക്കെ ഇപ്പോഴും പാർട്ടിക്കകത്തുണ്ടെന്നേ. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണം, അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് പുറത്താക്കി കോൺഗ്രസ്. പക്ഷേ ഇപ്പോഴും പത്മകുമാർ ഇതിലുണ്ട്, കുറ്റപത്രം വരട്ടെ എന്നാ പറയണേ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ കുറ്റപത്രം വന്നിട്ടില്ല. ആദ്യത്തെ കുറ്റപത്രം വരാൻ പോകണമെന്ന് എനിക്ക് സംശയമുള്ളൂ. എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ഇതിനർത്ഥം? അപ്പൊ ഞാൻ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ ഒരു കാലത്തും അംഗീകരിക്കില്ല. അയാൾ ചെയ്ത് തെറ്റാണ്, അത് തള്ളിക്കളയ തന്നെ വേണം. പക്ഷേ ഇരട്ടത്താപ്പ് വരാൻ പാടില്ല. ഒരു പാർട്ടിക്ക് ഗവൺമെന്റിന് ഇരട്ടത്താപ്പ് വരാൻ പാടില്ല. കാരണം എന്താ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് പത്മകുമാർ 90 ദിവസം ജയിലിൽ കിടന്നിട്ടും വാസു 90 ദിവസം ജയിലിൽ കിടന്നിട്ടും ഇവരെയൊക്കെ ഇവരൊന്നും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നില്ല? ഇപ്പോഴും ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. അപ്പം അത് പറയാതെ അപ്പോൾ ഇവർ പറഞ്ഞ ഇനി കുറ്റപത്രം വരില്ല എന്ന് ഇവർക്കറിയാം. ഈ പോലീസിൽ ഈ സംഗതി ഹൈക്കോടതി നിയന്ത്രണത്തിലാണ് അന്വേഷണമെങ്കിലും ഇപ്പോഴും ഈ പോലീസുകാരുടെ മുകളിലിരിക്കുന്ന പോലീസുകാരും ആഭ്യന്തര വകുപ്പും പി ശശി അടക്കമുള്ള ആളുകൾ ഇതിന് ഇവരല്ലേ നിയന്ത്രിക്കണേ. അപ്പോൾ ഇവർക്ക് ഒരു ഫ്രീ ഹാൻഡ് ഉണ്ടെന്ന് പറഞ്ഞാലും പോലീസിന് ഇപ്പം എങ്ങനെയൊക്കെ പറഞ്ഞാലും അന്വേഷണത്തിൽ ഹൈക്കോടതി ചോദ്യം ചോദിക്കുന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴും ആ മെഷീനറി ഇവരുടെ തന്നെയാണ്. മാത്രമല്ല പല കാര്യങ്ങളും ഈ സംഘത്തെ സംബന്ധിച്ച് സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എനിക്കുണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്ന ആഴ്ചകൾക്ക് മുമ്പ് അറിഞ്ഞു, കടകംപള്ളി ചോദ്യം ചെയ്തത് ആരും അറിഞ്ഞു പോലുമില്ല, അല്ലെങ്കിൽ പ്രശാന്തിനെ ചോദ്യം ചെയ്ത് അറിഞ്ഞു പോലുമില്ല. അതെങ്ങനെയാത്? എന്തായാലും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ച് ചോദ്യം ചെയ്യുന്നത് ഈ സംഘമാണല്ലോ. അപ്പം ഈ സംഘത്തിൽ നിന്ന് ചോർന്നു പോയിട്ടുണ്ട്. മാധ്യമങ്ങൾ പറയുന്നത്, ഞങ്ങളോട് പറയുന്നത് SIT ആണ്. അപ്പം എന്ന് പറഞ്ഞാൽ ഇതിൽ ഇടപെടലുകൾ നടക്കുന്നുണ്ട്, പൂർണ്ണമായി നടക്കാത്തത് ഹൈക്കോടതികളുണ്ട്. ഇടപെടലുകൾ നടക്കുന്നുണ്ട്, ഇത് വൈകിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് തീരുന്നവരെ ഇവരൊക്കെ കളത്തിൽ നിന്ന് ജയിലിൽ നിന്ന് പുറത്തിറക്കി കളത്തിൽ നിർത്തി ഞങ്ങളുടെ ആരും ജയിലിലില്ല എന്ന് പറയാനാണ്. ഞങ്ങളുടെ ആരും ജയിലിലില്ല എന്ന് പറഞ്ഞാൽ അയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്നുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലല്ലല്ലോ, അയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അർത്ഥമുണ്ടോ? ഇല്ലല്ലോ. അപ്പം തീർച്ചയായിട്ടും ഇത് വളരെ ഗുരുതരമായ ഒരു തിരിച്ചടി ഉണ്ടാക്കും. ശബരിമല തിരിച്ചടി ഉണ്ടാക്കുന്ന യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, ഇത് കേവലം വിശ്വാസമില്ലാത്തവർക്കും ഒരു പ്രശ്നമുണ്ട്. കാരണം പൊതു സ്വത്ത് സംരക്ഷിക്കുക എന്നതാണ് സർക്കാരിൻ്റെ ജോലി, ജീവന സ്വത്തും. പൊതു സ്വത്ത് സംരക്ഷിക്കാൻ കഴിയാത്തൊരു സർക്കാരാണിത് എന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ, മറ്റ് നിരവധി കാര്യങ്ങളുണ്ടാവാം, അതിൻ്റെ കൂടെ തോന്നിയാൽ ആളുകൾ വോട്ട് ചെയ്യില്ല. അതാണ് ഞാൻ വിചാരിക്കുന്നത്.